നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള കോയിൻസിനെ പറ്റി നോക്കാം. കോയിൻസ് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിലും ചോദിക്കുന്നതാണ്. കോയിൻസിൽ ചോദിക്കുന്ന രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 1ൻ്റെ അകത്ത് നമുക്ക് വരുന്നത്, നമ്മളടുത്ത് ഇപ്പോൾ ഒരു ബോക്സ് തന്നിട്ട് അതിൻ്റെ അകത്ത് പറയാണ് ₹1 ഉണ്ട്, 50 പൈസ ഉണ്ട്, 25 പൈസ ഉണ്ട്. അതുപോലെ തന്നെ സെയിം ആയിട്ട് ഇവിടെയും ₹1 ഉണ്ട്, 50 പൈസ ഉണ്ട്, 25 പൈസ ഉണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നാൽ ഈ ടൈപ്പ് 1ൻ്റെ അകത്ത് ചോദിക്കുന്നത് നമ്മളടുത്ത് ടോട്ടൽ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കണം. ടോട്ടൽ വാല്യൂ ഗിവൺ ആയിരിക്കും. ഇപ്പം 420 യൂണിറ്റ്സ് ആണെങ്കിൽ അത് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ ടോട്ടൽ കോയിൻസ് അതിൽ തന്നിട്ടില്ലായിരിക്കും. എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എത്ര കോയിൻസ് ഉണ്ട്, ഈ ബോക്സിൻ്റെ അകത്ത് എത്ര കോയിൻസ് ഉണ്ടെന്ന് തന്നിരിക്കില്ല. ടോട്ടൽ വാല്യൂ അതിന് എത്രയും ടോട്ടൽ എത്ര യൂണിറ്റ്സ് അല്ല, റുപ്പീസാണ്. യൂണിറ്റ്സ് എങ്ങനെ വരും അല്ലേ സാറെന്ത് എന്തല്ലേ പറയണ, റുപ്പീസാണ്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 420 രൂപയാണെന്നായിരിക്കും തരുന്ന ടോട്ടൽ വാല്യൂ. എന്നാൽ ഈ ടൈപ്പ് 2ൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ആയിരിക്കും. നമ്മൾ ആ ഗീവൺ 420 എടുത്തോ. ടോട്ടൽ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കാനായിരിക്കും. ഈ രണ്ട് മെത്തേഡിലും നമ്മൾ പറയണ, ഞാൻ ഈ പറഞ്ഞു തരുന്ന മെത്തേഡ് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അല്ല, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഒറ്റ മെത്തേഡ് മാത്രം ചെയ്താൽ മതി. നമ്മളൊരു ഒറ്റ മെത്തേഡ് പറഞ്ഞു തരാം. ആ മെത്തേഡ് വെച്ച് നമുക്ക് ഈ രണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, ₹1 എന്ന് പറഞ്ഞാൽ എത്രയാണ്ട്രാ? 100 പൈസയല്ലേ? അതറിയാമല്ലോ എല്ലാവർക്കും. അറിഞ്ഞുകൂടെങ്കിൽ എഴുതി വെച്ചോ. ₹1 എന്ന് പറയുന്നത് 100 പൈസയാണ്. അപ്പം 1 പൈസ എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ്? 1/100 റുപ്പീസാണ്. മനസ്സിലായ? സോ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യണം? In a bag there are 3 types of coins. ₹1 ₹1 കോയിൻ ഉണ്ട്, 50 പൈസയുടെ കോയിൻ ഉണ്ട്, 25 പൈസയുടെ കോയിൻ ഉണ്ട്. ഇൻ ദി റേഷ്യോ 3:8:20. നമ്മൾ ഒരൊറ്റ മെത്തേഡേ പറയുള്ളൂ. ആ മെത്തേഡായിരിക്കും നമ്മൾ എല്ലാ ടൈപ്പിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പാണ് ഇത് ടൈപ്പ് നമ്പർ 1. അപ്പോൾ നമ്മൾ ₹1, 50 പൈസ, 25 പൈസ, ഇതിൻ്റെ റേഷ്യോ ആണ് 3:8:20. ദെയർ ടോട്ടൽ വാല്യൂ ഓഫ് ₹372 ആണോ? അവരുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 372 ആണ്. ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എന്നാണ് ചോദിച്ചിട്ട്. ഇപ്പം നമ്മളടുത്ത് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പം അവിടെ നിൻ്റെ ഒരു കോയിൻ ഉണ്ട്, ഒരു ₹1ൻ്റെ 5 കോയിൻ ഉണ്ട്. 5 കോയിൻ ഉണ്ട്. അപ്പം നിൻ്റെ എത്ര രൂപയുണ്ട്? × 5 ചെയ്താൽ ₹5 ഉണ്ടല്ലേ? അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ഇൻറ്റു ദാറ്റ് റുപ്പീസ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ വാല്യൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാത്തിനും ഒന്നെങ്കിൽ നമ്മൾ പൈസയിലോട്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് റുപ്പീസിലോട്ടാക്കാം. ഞാൻ പൊതുവെ റുപ്പീസിലോട്ടാക്കണം ഞാൻ പൊതുവെ എല്ലാത്തിനെയും റുപ്പീസിലോട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതിനെ ₹1 എന്ന് പറയുന്നത് എന്താണ്? ₹1 തന്നെ. 50 പൈസ എന്ന് പറയുമ്പോൾ 50 ÷ 100. 25 പൈസ എന്ന് പറയുമ്പം റുപ്പീസ് ആക്കുമ്പോൾ 25/100. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 0.5 എന്നും 0.25 എന്നും എഴുതിക്കൂടെ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമ്മൾ നമ്മൾ പെർസെൻറ്റേജ് പഠിച്ച ഒരാളാണെങ്കിൽ നമുക്ക് 1/2 എന്നും 1/4 എന്നും എഴുതാം അല്ലേ? ഇത് അടുത്ത് നമ്മളാ എന്തോന്നാണ്? ഇൻ ദി റേഷ്യോ 3:8:20. അപ്പം നമ്മളാ ബാഗിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 3, 8, 20 എന്നിങ്ങനെയാണ് നമ്മളെ ടൈപ്പ് ഓഫ് കോയിൻസ് ഉള്ള നമ്പർ ഓഫ് കോയിൻസ്. എന്തോന്നാണ്? നമ്പർ ഓഫ് കോയിൻസ്. അപ്പോൾ ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് കിട്ടൂലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു മിനിറ്റ്. അപ്പം 1 × 3 3, 1/2 × 8, 8 വെട്ടിയ 4, ദെൻ 1/4 × 20, 4 × 20 വെട്ടിയ 5. ദെൻ നമ്മുടെ വാല്യൂ റേഷ്യോ എത്രയാണ്? 3:4:5. അപ്പം നമ്മുടെ 9, 12 എന്ന് കിട്ടും. 12 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 372 അല്ലേ? നമ്മളെ ടോട്ടൽ വാല്യൂ എന്ന് പറയുമ്പോൾ ₹372 ആണ്. അപ്പം 372നെ നമ്മൾ 12 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 വെച്ച് ചെയ്യാം. 1, 2, 4, ദെൻ 4 വെച്ചിട്ട് അപ്പം 31 എന്ന് കിട്ടും. അപ്പോൾ നമ്മളത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ്. എത്ര നമ്പർ ഓഫ് കോയിൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3
ഇതല്ലേ കോയിൻസ്, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ്. 3 + 8 + 20 31 × 31. 31 × 31 എന്ന് പറഞ്ഞാൽ എന്തുവാടാ? 961 എന്ന് കിട്ടും. ചെയ്യാൻ അറിഞ്ഞൂടെ? നമ്മുടെ സ്ക്വയർ ചെയ്യാൻ അറിഞ്ഞൂടെ? എളുപ്പമല്ലേ? ചെയ്യണം കേട്ടല്ല. എങ്കിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇൻ എ ബാഗ് ദർ ആർ 3 type of coins, rupees 1, 50 paisa, 25 paisa in the ratio 2:3:4. Their total values is rupees 180. സെയിം മെത്തേഡ്, സെയിം പ്രോബ്ലം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ₹1, 50 പൈസ, 25 പൈസ അല്ലേ? സോ അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ താഴെ നമ്മൾ ഓരോ നമ്പറിനെ റുപ്പീസിലോട്ടാക്കണം. ഓരോന്നിനെ നമ്മൾ റുപ്പീസിലോട്ടാക്കണം, അല്ലെങ്കിൽ പൈസയിലോട്ടാക്കണം. എനിക്ക് കംഫർട്ടബിൾ റുപ്പീസിലോട്ടാണ്, കാരണം റുപ്പീസ് നമുക്ക് ചെയ്യണതാണ് ഏറ്റവും എളുപ്പം. സോ ഇവിടെ 1, ഇവിടെ എത്ര? 0.5, ഇവിടെ 0.25 അല്ലേ? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയാണ് നമ്മളെ നമ്പേഴ്സ് ഉള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എന്തോന്നാണ്? അതിൻ്റെ റേഷ്യോ 2:4:3:4 എന്നാണ്. അപ്പം നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 × 2 2, 3 × 0.5 1.5, ദെൻ 1 എന്താണെന്ന് അറിയാല്ല. 25 × 4 എന്ന് പറഞ്ഞാൽ 100. 2 0 കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ട് കൊടുക്കും. അപ്പം നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂ എത്രയാണ്? നമ്മുടെ ടോട്ടൽ വാല്യൂ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂ എന്തുവാടേ? ടോട്ടൽ വാല്യൂ. അപ്പം അത് എത്രയാണ്? 3 + 1.5 + 1. അപ്പം എത്രയാണ്? എല്ലാം കൂടി കൂട്ടും 3, 4.5. ഇതല്ലേ നമ്മളിവിടെ തന്നിട്ടുള്ളത് 180 റുപ്പീസ് എന്ന്. സോ 4.5 എന്ന് പറയുന്നത് ₹180 ആണ്. സോ 9/2 എന്ന് പറയുന്നത് 180 ആണ്. 9/2 എന്താണെന്ന് അറിയാലോ, 4.5. അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഒരെണ്ണത്തിന് എത്ര രൂപയായിരിക്കും? 180 × 2/9. 9ഉം 180ഉം കൂടി കട്ടിയാൽ 40 എന്ന് കിട്ടും. അപ്പം നമ്മളാ ഒരാൾക്ക് ₹40 അല്ലേ ഒരു കോയിൻ. അപ്പം അങ്ങനെയാണ് നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എത്രയാണ്? 2 + 3 + 4 എന്ന് പറയും. അപ്പം 9 എന്ന് പറയുന്നത് × 40 ചെയ്യുമ്പം 360 ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എന്ന് കിട്ടും. എന്നാൽ നമ്മളടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദി ടോട്ടൽ നമ്പർ ഓഫ്, ഇവിടെ ഞാൻ ചോദിക്കുകയാണ് ദി ടോട്ടൽ നമ്പർ ഓഫ് 50 പൈസ എന്ന് ചോദിക്കാൻ. 50 പൈസേൻ്റെ ടോട്ടൽ കോയിൻസ് എത്രയെന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 ഇല്ലേ നമ്മുടെ ഈ 3 × 40 ചെയ്താൽ മതി. എത്ര? 120 നമ്മുടെ ആൻസർ കിട്ടും. മനസ്സിലായ? ഇത് നമ്മുടെ ലോജിക്ക് വെച്ച് തന്നെ നമ്മൾ ചെയ്യണം. മനസ്സിലായ? ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ പ്രോബ്ലംസും നമ്മൾ ഈ ഒരു മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. എങ്കിൽ എനിക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സ് ഇട്ടുക എന്താണ് ആൻസർ എന്ന്. ആലോചിച്ച് തന്നെ ചെയ്യണം, അല്ലാതെ ചുമ്മാ ഞാൻ പറഞ്ഞ മെത്തേഡ് ആലോചിച്ചുകൊണ്ടിരിക്കല്. അത് മനസ്സിലാക്കി തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. ബോക്സ് കണ്ടെയ്ൻസ് 420 കോയിൻസ് ഓഫ് ₹1, 50 പൈസ, 20 പൈസ കോയിൻസ്. അപ്പോൾ നമ്മൾ ഇത് ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. നമ്മളടുത്ത് നമ്പർ ഓഫ് കോയിൻസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഴയതുപോലെ ₹1, 50 പൈസ, 20 പൈസ എന്നിട്ട് ഇതിനെ നമ്മൾ റുപ്പീസിലോട്ടാക്കുക. ഞാൻ ഇതിനെ പോയിന്റ് ആക്കാതെ ഫ്രാക്ഷനിലോട്ടാക്കുകയാണ്. അപ്പം ₹1 എന്ന് പറയുന്നത് 1 തന്നെ. 50 പൈസ എന്ന് പറയുമ്പോൾ 1/2 റുപ്പീസ്, 1/5 റുപ്പീസാണ്. സോ ഇതിനെ നമ്മൾ എന്തോ ചെയ്യണം? അപ്പോൾ അടുത്ത് നമുക്ക് എന്തോന്ന്? ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് കൊണ്ട് XYZ എന്ന് ഞാൻ എടുക്കണം. XYZ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് വാല്യൂ കിട്ടുന്നത്, നമ്മളെ ടോട്ടൽ വാല്യൂ കിട്ടുന്നത്. അപ്പം നമുക്കിത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യുമ്പോഴല്ലേ നമ്മളെ 13, 11, 7 ഇതല്ലേ ഇതാണ്ട. സോ നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം അറിയാം. നമുക്ക് എന്തോന്നാണ്? നമ്മൾ റുപ്പീസ് × നമ്പർ ഓഫ് കോയിൻസ് ആണ് വാല്യൂസ്. അപ്പം നമ്മൾ ആ നമ്പർ ഓഫ് കോയിൻസ് X കണ്ടുപിടിക്കാൻ നമ്മൾ എന്തോ ചെയ്യും? 13 നിന്ന് 1 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 13. അപ്പോൾ Y എന്ന് പറയുന്നത് 11 നിന്ന് 1/2 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 22. അപ്പോൾ Z എന്ന് പറഞ്ഞ് മൂന്നാമത്തത് 7ൽ നിന്ന് 1/5 ഡിവൈഡ് ചെയ്താൽ മതി, 35. മനസ്സിലായ? സോ നമുക്ക് ഇതാണ് നമ്മളെ XYZൻ്റെ റേഷ്യോ. അപ്പോൾ ഈ റേഷ്യോ ഉണ്ടല്ലോ,
ഈ റേഷ്യോയുടെ ടോട്ടൽ സമ്മല്ലേ 420. അപ്പോൾ എത്ര? 7 10 1 2 4 7 70. 70ഉം 420. അപ്പോൾ എത്ര? ഇൻറ്റു 6. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദി നമ്പർ ഓഫ് 50 പൈസ കോയിൻസ്. അപ്പോൾ ഇതല്ലേ നമ്മൾ 50 പൈസ കോയിൻസ്, അതിൻ്റെ വാല്യൂ അത് എഴുതി വെക്കല്ലേ. കാരണം നമ്മളടുത്ത് നമ്പർ ഓഫ് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഒയ് ആണ് എടുക്കേണ്ടത്. ഒയ് എത്രയാണ്? 22ആണ്. അപ്പോൾ 22 ഇൻറ്റു 6 എത്രയാണ്? 132ആണ്. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഫൈൻഡ് ദി നമ്പർ ഓഫ് 50 പൈസ കോയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര എഴുതും? 132 എന്ന് എഴുതും. എങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. ദി ബോക്സ് കണ്ടെയ്ൻസ് 280 കോയിൻസ് ഓഫ് റുപ്പീസ് 150 പൈസ 25 പൈസ. റേഷ്യോ ഓഫ് ദി വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ റുപ്പീസ് 1 50 പൈസ 25 പൈസ എന്ന് എടുക്കുന്നു. അതിനെ നമ്മൾ റുപ്പീസിലോട്ടാക്കുന്നു. 1 1/2 1/4 എന്ന് എടുക്കുന്നു. ദെൻ നമ്മുടെ നമ്പർ ഓഫ് കോയിൻസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 8:4:3 ആണ്. അപ്പം നമ്മളടുത്ത് നമ്മളെ നമ്പർ ഓഫ് കോയിൻസ് എക്സിൻ്റെ എന്ന് പറയുമ്പം 8/1 എന്ന് പറയുന്നത് 8 ആണ്. സോ ഈ എന്ന് പറയുന്നത് 4/1/2 എന്ന് പറയുന്നത് എത്ര? 2 അപ്പുറത്ത് പോകുമ്പോൾ 8 ആവും. സോ ഇസഡ് എന്ന് പറയുന്നത് 3 × 1/4. അപ്പോൾ എത്ര? 12 എന്ന്. മനസ്സിലായ? സോ ഇതിൻ്റെ എല്ലാത്തിനും കൂടി സമ്മല ഇവിടെ തന്നിട്ടുള്ള 280 കോയിൻ. സോ 12 + 8 20 + 8 എത്ര? 28. 28 എന്ന് പറയുന്നത് 280 കോയിൻസ് ഉണ്ടെങ്കിൽ 10 അല്ലേ? ഇൻറ്റു 10 ചെയ്തപ്പോൾ അല്ലേ കിട്ടിയത്. അപ്പം നമ്മളടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 50 കോയിൻസ്. അപ്പം 50 കോയിൻസ് എത്രയാണ്? പോയി 8. അപ്പോൾ 8 ആണെങ്കിൽ ഇൻറ്റു 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 80 എന്ന് കിട്ടും. മനസ്സിലായ? സോ ഇത്ര ഈസിയാണ് നമ്മളെ കോയിൻസ് എന്ന് പറഞ്ഞ പോർഷൻസ്. ഇത് SSCയിൽ ചോദിക്കും, അല്ലാതെ തന്നെ കാറ്റിൽ ചോദിക്കും. ഏതൊരു എക്സാമിന് വേണോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. അറിഞ്ഞുകൂടാത്ത ആളാണെങ്കിൽ ഇട്ടിട്ട് വരും. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഇതിൻ്റെ ആൻസർ എന്താണ്?